ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ഗ്രാഫിക്കലി നമുക്ക് എങ്ങനെ നോക്കാമെന്ന് വെച്ചാൽ, ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ പേന ലിഫ്റ്റ് ചെയ്യാതെ വരയ്ക്കാൻ പറ്റുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഷാർപ്പായിട്ടുള്ള എഡ്ജസോ പോയിൻറ്റ്സോ കർവുകളോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. സ്മൂത്തായിട്ട് പെൻ ലിഫ്റ്റ് ചെയ്യാതെ വരയ്ക്കാൻ പറ്റുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ ഗ്രാഫുകൾ എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസുമായിരിക്കും. ഇനി നോട്ട് ചെയ്യേണ്ട പോയിന്റ്, എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ബട്ട് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അതായത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും, പക്ഷേ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എല്ലാം ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല. നോക്കിക്കേ, ഫസ്റ്റ് കിടക്കുന്നത് കണ്ടിന്യൂസ് ആണ്, പെൻ ലിഫ്റ്റ് ചെയ്യാതെ വരയ്ക്കാം. രണ്ടാമത് കിടക്കുന്നതും കണ്ടിന്യൂസ് ആണ്, പെൻ ലിഫ്റ്റ് ചെയ്യാതെ തന്നെ വരയ്ക്കാം. പക്ഷേ എന്താണ്, ഡിഫറൻഷ്യബിൾ അല്ല. ഇവിടെ ഷാർപ്പ് എഡ്ജസ് വരുന്നതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ അല്ല. ദെൻ ഇത് പ്രൂവ് ചെയ്യാനായിട്ട്, പ്രൂവ് ദാറ്റ് മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് തെളിയിക്കണം. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ? -x ആയിരിക്കുമ്പോൾ എക്സ് 0യെക്കാട്ടിലും ലെസ് ആയിരിക്കും, എക്സ് ആകുമ്പോൾ അത് 0യെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിത് കണ്ടിന്യൂസ് ആണെന്നും തെളിയിക്കണം, ഡിഫറൻഷ്യബിൾ ആണെന്നും തെളിയിക്കണം. കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ലെഫ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്, ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് 0 ആണ്, 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ്, 0യെക്കാട്ടിലും ലെസ് ആവുന്ന കണ്ടീഷനിൽ ഫംഗ്ഷൻ -x ആണ്. അപ്പോൾ നമ്മൾ -x കൊടുത്തു. ഈ എക്സ് എങ്ങോട്ടാണ് ടെൻസ് ചെയ്യുന്നത്? 0യിലേക്ക്. അപ്പോൾ -0, അതിന് നമുക്ക് 0 എന്ന് തന്നെ എഴുതാം. ദെൻ RHൽ നോക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്ക് പകരം 0 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് 0യെക്കാട്ടിലും ഗ്രേറ്റർ ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ്, അത് എക്സിന് 0 കൊടുക്കുമ്പോൾ 0, അതായത് LHലും നമുക്ക് 0 കിട്ടി, RHലും 0 കിട്ടി. ദെർഫോർ എന്താണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ. ഇതും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ചെക്ക് ചെയ്യണം. LHൽ ചെക്ക് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ഇവിടെ എയുടെ സ്ഥാനത്ത് 0 ആണ്. നമ്മൾ എന്തെടുത്തു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എയുടെ അവിടെ എഫ് ഓഫ് 0 ഡിവൈഡ് ബൈ എക്സ് മൈനസ് എയുടെ അവിടെ എക്സ് മൈനസ് 0 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ -x ആണ്. -x മൈനസ് 0 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 0. 0യും 0യും ക്യാൻസൽ ആവും, -xഉം പ്ലസ് എക്സും ക്യാൻസൽ ആവും, ബാക്കി നമുക്ക് -1 കിട്ടും. ഇനി RHൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 0. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? എക്സ് മൈനസ് 0 എക്സ് മൈനസ് 0 രണ്ടും തമ്മിൽ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് LHൽ -1ഉം RHൽ എന്താണ് +1ഉം ആണ് കിട്ടിയേക്കുന്നത്. അതായത് LHൽ നോട്ട് ഈക്വൽ ടു RHൽ. ദെർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എല്ലാം ഡിഫറൻഷ്യബിൾ ആകണമെന്നില്ല, ബട്ട് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും.